ഹായ് 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 ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട്. ആ ചക്ക എങ്ങനെ മുറിച്ചെടുത്തിട്ട് കഴിക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആക്ച്വലി ചക്ക ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എൻ്റെ വീട്ടിലെ അമ്മ ഒന്നും കഴിക്കത്തില്ല. അത് കാരണം ഞാൻ ഒരു 6th 7th ആയ സമയത്തെല്ലാം ഞാൻ തന്നെ ചക്ക ഇടിച്ചക്കയൊക്കെ ആക്കി കഴിച്ചൊരു ഓർമ്മയുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ചക്കയുണ്ട്. പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ചക്കയില്ല. അപ്പോൾ എൻ്റെ നെയ്ബറാണ് എനിക്ക് ചക്ക ഭ്രാന്താന്നുള്ളത് കൊണ്ട് ചക്ക ഇങ്ങോട്ട് തന്നതാണ്. നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മളങ്ങനെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ചക്ക കൊടുക്കും, മാങ്ങ കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ അല്ലേ രസം. ഇപ്പം അതൊന്നും എവിടെയും കാണാനില്ല. പക്ഷെ നമ്മളങ്ങനെയാണ്. സോ ചക്ക മുറിച്ച് പണ്ട് തൊട്ട് പറയും, ഞങ്ങളുടെ അമ്മമ്മയൊക്കെ പറയുന്നുണ്ടാവും, ചക്ക മുറിക്കുന്ന സമയത്ത് കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് വേണം. കത്തിയല്ല, കത്തിയാളും ഉണ്ടാകും മുറിക്കുക. നിങ്ങളുടെ നാട്ടിലെങ്കിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. കത്തിയാളെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതിനെ മെല്ലെല്ലാം പുരട്ടിയിട്ടാണ് വെളിച്ചെണ്ണ പുരട്ടി കൈക്കൊക്കെ പുരട്ടി അങ്ങനെ സെറ്റാക്കിയിട്ട് നമ്മൾ ചക്ക മുറിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നതാവാണ്ട് ഇതിൻ്റെ നമ്മളതിൻ്റെ മേലത്തെ ആ ഒരു എന്നാ വിളഞ്ഞെറെന്ന് പറയും, അത് വെച്ചിട്ട് നമ്മൾ അണ്ണാനില്ലേ, അണ്ണാരക്കണ്ണൻ, അണ്ണാരക്കണ്ണനൊക്കെ ഒരുപാട് മറ്റേ ഈ കശുവണ്ടീൻ്റെ മരം ഉണ്ടാവും. ആ മരത്തിൻ്റെ മേലെല്ലാം വെച്ചിട്ട് അണ്ണാനെല്ലാം പിടിച്ച ചരിത്രമുണ്ട് നമുക്ക്. ഭയങ്കര നൊസ്റ്റാൾജിയ ശരിക്കും. അതിലൊരു കാലമല്ലേ പണ്ട്. ഇപ്പോൾ ഒരു 90s 80s ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഫുൾ ടൈം TV, ഫോണ് അങ്ങനെയല്ലേ. ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചക്കയും മാങ്ങയും ഒന്നും പറയണ്ട, അങ്ങനെയൊക്കെ കഴിച്ചൊരു ചരിത്രമാണ്. ഇപ്പം എല്ലാവരും ഓരോ ഭാഗത്തായി. ഇപ്പം ആരുമില്ല. എല്ലാവരും ഓരോരോ സ്ഥലത്ത് ബിസി ആയിട്ട് ഓരോ ആൾക്കാരുടെ ലൈഫായിട്ട് പോകും. പിന്നെ എല്ലാം മാറി മറിഞ്ഞൊരു ലൈഫാകുമ്പോൾ അങ്ങനെയാണെന്നല്ലേ, മാറിയിട്ടാകുന്നല്ലോ അങ്ങനെ. അപ്പോൾ ഈ ചക്ക ഞാനിപ്പോൾ ഏകദേശം റെഡിയാക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണെന്ന് തോന്നുന്നത്. നല്ല മഞ്ഞ കളറുള്ള ചക്ക. നിങ്ങളുടെ വീട്ടിലെല്ലാം ചക്ക ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ചക്ക നട്ടിട്ടില്ല, പ്ലാവ് നട്ടിട്ടില്ല. കാരണം മറ്റേ വിയറ്റ്നാം വള്ളി നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. ഇനി ഒന്നും കൂടി നട്ടു നോക്കണം. സ്പേസ് അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചക്ക 1 2 3 ചക്ക ഒരു കൊല്ലത്തിലൊന്ന് കഴിക്കുന്നത് നല്ലതാണ്. നല്ല നാച്ചുറൽ ഫ്രൂട്ട്സും നമ്മൾ കഴിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കിതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിക്ക് എല്ലാവർക്കും നല്ല അറിവുള്ള ആൾക്കാരായിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ചക്കയെല്ലാം കുട്ടക്കെല്ലാം എടുത്തിട്ട് പഴുപ്പിച്ച് മുറിച്ച് കൊടുക്കുക. കടയിൽ പോയിട്ട് വാങ്ങുന്നതിനെക്കാട്ടിയും നല്ല ഗുണവും ചക്കയ്ക്കുണ്ട് ശരിക്കും. പണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ആ മരത്തിലിങ്ങനെ ചക്ക നിറയെ ചക്കയായിരിക്കും. ഒരു സ്ഥലം ബാക്കിയില്ലാണ്ട് ഇങ്ങനെ ചക്ക ഉണ്ടാവും. അതുപോലെ തന്നെ ഉണ്ടാവുന്നുണ്ടോയെന്ന് ആർക്കറിയാം ഈ സമയത്തെല്ലാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ ചക്ക ഉണ്ടാവും. അതേ പ്ലാവിൻ്റെ താഴെ തൊട്ടിട്ട് മേഴത്തോളം ചക്ക ഉണ്ടാവും. ഇപ്പോൾ ആ ചക്ക ഉണ്ടോയെന്നറിയില്ല. ആ വീടിപ്പോൾ ഞാൻ കാണാതെ കുറേയായി. ആ വീട്ടിൽ എല്ലാ ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. നിറയെ ചക്ക, താഴെ തൊട്ട് മേലെ വരെ ചക്കയായിരിക്കും. ഞങ്ങളെ വീട്ടിൽ തന്നെ പ്ലാവ് എത്ര ഉണ്ടായിരുന്നു അറിയാം. ഒരുപാട് ഉണ്ട് ചക്ക. വരിക്കച്ചക്ക, പഴഞ്ചക്ക, എന്തൊക്കെ പേരുള്ള ഒരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പഴഞ്ചക്കയെല്ലാം നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച്, എൻ്റെ അമ്മോ, പഴഞ്ചക്ക തൊണ്ടയിലിങ്ങനെ കുടുങ്ങിപ്പോവും ശരിക്കും. അത്ര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് പഴഞ്ചക്ക ഭയങ്കര ഇഷ്ടം. എൻ്റെ നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചക്കയാണ് നമ്മളെ വീട്ടിലുള്ളത്. ഉണ്ടച്ചക്ക, വരിക്കച്ചക്ക എന്ന് പറയും. സൂപ്പർ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. വരിക്കച്ചക്ക കഴിച്ച കൂട്ടർ കറിയായിരിക്കും. നമ്മളെ വീട്ടിലെ ആ വരിക്കച്ചക്കക്ക് എത്രയോ ദൂരെ നിന്ന് വരെ ആൾക്കാർ വരാറുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ മേലെ ഓരോ സമയത്ത് അതിന് തോന്നുന്ന പോലെ ഉണ്ടാവും. ചിലപ്പോൾ 2 എണ്ണി ഉണ്ടാവും, ചിലപ്പോൾ 5 ഉണ്ടാവും. ഈ വർഷം ഒരുപാടുണ്ടായിരുന്നു, നല്ല മേലെയാണ്. എൻ്റെ മറ്റേ ആ വ്ളോഗിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ വീട്ടിലെ ഒരു വ്ളോഗ് ചെയ്തില്ലായിരുന്നു, അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു ആ ചക്ക നിറയെ ഉണ്ടായിട്ട്.
അതൊക്കെ ഇനി മഴയത്താണെന്ന് ഇനി പഴക്കുന്ന സമയമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ചക്കയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. മാങ്ങയും ഇപ്പോൾ ഒരുപാട് സീസണാണല്ലോ, അപ്പോൾ മാങ്ങയും ചക്കയെല്ലാം കിട്ടുന്ന സമയത്ത് എല്ലാം കഴിക്കുക, എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുക. പിന്നെ എൻ്റെ വീഡിയോസെല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനും തിരിച്ചെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോൻ്റെ അടിയിലൊന്ന് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വിട്ടു പോയിട്ടോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണല്ലോ, അങ്ങനെയല്ലേ. പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചക്ക കിട്ടിയപ്പോൾ ഇങ്ങനെയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് ആക്ച്വലി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, എനിക്കറിയാവുന്ന രൂപത്തിൽ അങ്ങ് ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയും മാങ്ങയൊക്കെ, അവൾക്ക് ഭയങ്കര എന്നെ പോലെ തന്നെയാണ് തോന്നുന്നു. ഹസ്ബൻഡ് ഇഷ്ടമില്ലാണ്ടില്ല, കുഴപ്പമില്ല. പക്ഷേ അൻവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കുതിച്ച്. ഞാനിത് ചക്ക പച്ചയിൽ എനിക്ക് ചക്ക ഇടിച്ചക്ക മറ്റേ ചക്ക കറിയാക്കുന്നില്ലേ, ചക്കക്കറി തന്നെയല്ലേ പറയാം. ചക്ക നമ്മൾ കിഴങ്ങനെ വെക്കുന്നതായിരുന്നു ചക്കയും വെക്കും, അത് സൂപ്പർ ടേസ്റ്റ് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഒരു ദിവസം വേണമെങ്കിൽ ആ ചക്ക ഉണ്ടാക്കുന്ന പച്ച ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ. ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, എല്ലാവരും ചക്കയും മാങ്ങയും ഈ വെക്കേഷൻ സമയത്ത് പിള്ളേർക്കൊക്കെ എല്ലാം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. പണ്ട് നമ്മളെല്ലാം കശുവണ്ടി തോട്ടത്തിലും എന്താ പറയണ്ടേ, ഈ മാങ്ങ കാറ്റടിക്കൂലേ, അപ്പം ഇങ്ങനെ രാവിലെ തന്നെ ചെന്ന് നോക്കും. 6 മണി 6:30 6 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയിട്ട് കാറ്റടിച്ച ദിവസം പോയി നോക്കി ചരിത്രമുണ്ട്. അതല്ലേ ഒരു കാലം അല്ലേ, എന്താ അല്ലേ, അതെല്ലാം നമ്മളൊരു നൊസ്റ്റാൾജിയ എന്ന് വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതെല്ലാം മിസ് ചെയ്യുന്ന നമ്മളെ അതൊക്കെ അവർക്കിപ്പോൾ അതൊന്നും സമയമില്ല എന്നല്ല, ഇപ്പം ആ ഒരു എന്താ പറയുക, ഇപ്പം അങ്ങനെയല്ല. എല്ലാവരും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ചെറിയ സ്ഥലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലവും ഒരുപാട് ആൾക്കാരും എല്ലാവരും ഒരുമിച്ച്, അതൊരു രസം തന്നെയാണ്. അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഇത്രയൊക്കെ വ്ളോഗ് ചെയ്യുന്നുള്ളൂ ഞാൻ. പിന്നെ എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. ബൈ.